ഒരൊറ്റ ക്ലാസ് നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനും മെസപ്പൊട്ടോമിയനും ഈജിപ്ഷ്യനും ചൈനയും നാലും നമ്മൾ പഠിച്ചു പോയി. ഇനി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഷുവറാണ് ഈ ഒരു ഭാഗത്ത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. കമന്റ് ഇട്ടേ. ഓക്കെ, സെറ്റ് ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നെഗറ്റീവ് ഒന്നും പോകുന്നില്ല. എയിം സ്റ്റഡി സെന്റർ ആരാണെന്നും ഞാൻ ആരാണെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ നേരം ഞാൻ പറയാം, കേട്ടറ്റിന് വേണ്ടി ഒരുപാട് നമ്മൾ എഫേർട്ട് എടുത്തൊരു ടീം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കേട്ടറ്റിന് വേണ്ടി ഒരു കൂട്ടായ്മയാണ് എയിം സ്റ്റഡി സെന്ററിന് ബാക്കിലുണ്ട്, നമുക്ക് നല്ലോണം അറിയാം. അതുപോലെ തന്നെ വേറെ എന്താണ്, നമ്മൾ ഇട്ട കമന്റ്സ്, നമ്മളുടെ ഇട്ട കഴിഞ്ഞ ലൈവ് നമ്മൾ അത്രയും വൃത്തിയായിട്ട് നമ്മൾ ഇട്ടതാണ്. കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സിൻസിയർ ആയിട്ടും വളരെ വ്യക്തമായിട്ടും തന്നെ ഉത്തരം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദയവ് ചെയ്ത് മറ്റു ചാനൽസ് ഈ കമന്റ് ഇടുന്നത് ഏത് ചാനലാണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അത് എന്ത് ചെയ്യാ, മറ്റു ചാനൽസുകാർ കയറി കമന്റ് ഇടണ്ട. ഇവിടെ ഞങ്ങള് ഫ്രീ ആയിട്ട് അല്ലെ, ഫ്രീ ആയിട്ട് തികച്ചും സൗജന്യമായിട്ട് ഞാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ഈ ലൈവ് ക്ലാസ് 10 രൂപ പോലും വാങ്ങുന്നില്ല. പിന്നെ നമ്മൾ പെയ്ഡ് സ്റ്റുഡൻസിന് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്ത് എന്റെ മക്കൾ പഠിക്കുന്ന ക്ലാസ്സിൽ അനാവശ്യമായിട്ടുള്ള ഒരു കമന്റ്സ് നിങ്ങൾ ഇടരുത്. നെഗറ്റീവ്, പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. ജോലി വാങ്ങണം, റാങ്ക് നേടണം എന്ന ഉദ്ദേശിക്കുന്ന മാത്രമാണുള്ള ടീമാണിത്. ദയവ് ചെയ്ത് ഇടയിൽ കയറി ഞങ്ങളുടെ മക്കളുടെ സമാധാനവും നഷ്ടപ്പെടുത്തരുതെന്ന് നമ്മൾ വിനീതമായിട്ട് എന്ത് ചെയ്യുക, അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആണോ? മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അങ്ങനെ ഓക്കെ, 36ാമത്തെ ചോദ്യം കമന്റ് ചെയ്തേ മക്കളെ. ഏതാണ് ആൻസർ വരിക? ഏതാണ്? കമന്റ് ചെയ്തേ. 36ാമത്തെ ചോദ്യം കമന്റ് ചെയ്തേ. അതൊക്കെ വിട്ടേക്ക്, നമുക്ക് പഠിക്കാൻ, നമ്മൾ പഠിക്കുക കേട്ടോ. നമ്മുടെ സമയം കളയേണ്ട, ഓരോ നിമിഷം നമുക്ക് വിലപ്പെട്ടതാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന, തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ കാണിച്ചു തരാം കേട്ടോ മക്കളെ. പ്രസ്താവന നോക്കിയേ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടെ പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ദെൻ അർമീനിയൻ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ ചതിക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പൊട്ടോമിയ. അതും ശരിയാണ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. അതും ശരിയല്ലേ? മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന് 16 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ എയും ബിയും സിയുമാണ് കറക്റ്റ്. ഏതാണ്? ഓപ്ഷൻ എയും ബിയും സിയുമാണ് കറക്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതേപോലെ ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം എന്നറിയപ്പെടുന്ന ഏതാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സംസ്കാരത്തിന്റെ മൂശ അല്ലെ, സംസ്കാരത്തിന്റെ മൂശ, സംസ്കാരത്തിന്റെ കളിത്തട്ടിൽ എന്നറിയപ്പെടുന്ന ഏതാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണെന്നും കൂടി ഓർത്തു വെക്കുക. ഞാൻ ഇവിടെ ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും കാണില്ല അല്ലെ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ്. ഏതൊക്കെയാണ്? ടൈഗ്രീസ്,
ടൈഗ്രീസ് അല്ലെ? ഏതൊക്കെയായിരുന്നു? ടൈഗ്രീസ് എന്ന് കമന്റ് ചെയ്യുക. മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യമാണ് ഏതാണ്? ഇറാഖ് എന്ന രാജ്യം അല്ലെ? ഓക്കെ ആണോ? തെറ്റാണോ? ഏതൊക്കെയാണ് മെസപ്പൊട്ടോമിയൻ പ്രധാന സംസ്കാരങ്ങൾ? സുമേറിയൻ ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ് മക്കളെ? സുമേറിയൻ ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ്? കമന്റ് പെട്ടെന്ന് ചെയ്തേ, സമയം പോണു. കാർഡിന ഉണ്ട്, അസീറിയൻ ഉണ്ട്, ബാബിലോണിയൻ അല്ലെ? ബാബിലോണിയൻ ഉണ്ട്, അസീറിയൻ ഉണ്ട്, പിന്നെ ഏതാണ്? ഒന്നും കൂടി ഉണ്ടല്ലോ, ഏതാണ്? കാർഡിയൻ അല്ലേ? കാൽഡിയനും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ ആണോ? ആരോഗ്യം അത് കഴിഞ്ഞ കാര്യം നമ്മൾ പഠിക്കാത്ത പോലെ, അത് കഴിഞ്ഞത് കഴിഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്ഷമിച്ചു പോവുക. നമ്മൾ പഠിക്കുക. നമ്മൾ ഈ ക്ലാസ് എന്താണ്? വെറുതെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. കഴിഞ്ഞത് കഴിഞ്ഞു കേട്ടോ. ഒരുപാട് ഫാക്ട്സുമായിട്ട് ഞാൻ വന്നത്. ഇന്നത്തോടു കൂടി ഒരു ക്ലാസ് ഈ മെസപ്പൊട്ടോമിയൻ ഏത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചാലും കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? കമന്റ് പെട്ടെന്ന് നിർത്തിയിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് ഓടി വായോ കേട്ടോ. പിന്നെന്തായിരുന്നു? മെസപ്പൊട്ടോമിയ പ്രധാന നഗരങ്ങൾ ഏതായിരുന്നു? പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉർ, ലഗാഷ്, പിന്നെ ഏതൊക്കെയാണ്? ഉർ ഉണ്ടായിരുന്നു, ലഗോഷ് ഉണ്ടായിരുന്നു, പിന്നെ ഏതാണ്? ഉമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയായിരുന്നു? ഉറു, ലഗേഷ്, ഉമ്മ ഉണ്ടായിരുന്നു, ഉറൂക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഉറൂക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയായിരുന്നു? നിപ്പൂർ അല്ലെ? നിപ്പൂരും കൂടി ഉണ്ടായിരുന്നു. ഏറ്റവും വലുത് ഏതായിരുന്നു? അത് ഉറായിരുന്നു. ഏറ്റവും വലുത് ഏതായിരുന്നു? അത് ഉറായിരുന്നു കൂടി അത് ഓർത്ത് വെക്കുക കേട്ടോ. ഉർനഗരം ഉദ്ഘാടനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ ആരായിരുന്നു? ഉർനഗരം ഉദ്ഘാടനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ ആരായിരുന്നു? ആരായിരുന്നു? ലിയോണാൾഡ് വൂളി ട്ടോ. ആരാണ്? ലിയോണാൾഡ് ലിയോണാൾഡ് ട്ടോ. ലിയോണാൾഡ് വൂളിയാണ് കേട്ടോ. അതും കൂടെ ഓർത്ത് വെക്കുക. ഏതാണ്? ലിയോണാൾഡ് വൂളിയാണ്. ഓർത്ത് വെക്കുക. മെസപ്പൊട്ടോമിയയിലെ മണ്ണ് എങ്ങനെയായിരുന്നു? വളരെ ഫലഭൂഷ്ടിയായ മണ്ണായിരുന്നു. കാർഷിക ഉപയോഗത്തിന് വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു മണ്ണാണ് കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണോ? അത് നഗരങ്ങളൊക്കെ വളരെ കച്ചവട കേന്ദ്രങ്ങളാണെന്നും കൂടി ഓർത്തു വെക്കുക. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതായിരുന്നു? അത് സുമേറിയൻ സംസ്കാരമായിരുന്നു. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതായിരുന്നു? സുമേറിയൻ സംസ്കാരം എന്ന് പറയുന്നതാണ്. അതിന്റെ വാക്കിനർത്ഥം എന്താണ്? സുമേറിയൻ സംസ്കാരത്തില് കറുത്ത തലയുള്ളവൻ അല്ലെ? നമ്മൾ കാലിബംഗാൻ എന്താ പഠിച്ചത്? കറുത്ത വള പഠിച്ചു അല്ലെ? സുമേറിയൻ സംസ്കാരമാണെങ്കിൽ അതിന്റെ വാക്ക് കറുത്ത തലയുള്ളവൻ എന്നാണ് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? സുമേറിയക്കാരുടെ പ്രധാന ദേവത ഏതായിരുന്നു? ഏതാണ്? നന്നാർ ദേവത അല്ലെ? നന്നാറും പിന്നെന്തായിരുന്നു? സ്കൈ ഗോൾഡ് അല്ലെ? സ്കൈ ഗോൾഡ് പറഞ്ഞ അനു അല്ലെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ ജനത ആരാധനകൾ അറിയപ്പെടുന്ന സിഗറത്തുകൾ അല്ലെ? ഏതാണ് ആരാധനകൾ? സിഗറത്തുകൾ എന്നും കൂടി ഓർത്തു വെക്കുക. ഏതാണ്? സിഗറത്തുകൾ എന്നും കൂടി ഓർത്തു വെക്കുക. ഏതാണ്? സിഗറത്തുകൾ എന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സിഗരറ്റ് എങ്ങനെയാണ്? സിഗരറ്റ് എങ്ങനെയാണ്? പുറംഭാഗം എങ്ങനെയുണ്ടാവും? ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് സിഗറത്തുകൾ നിർമ്മിച്ചിരിക്കുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ പ്രധാന തെളിവുകളൊക്കെ ഈ സിഗരറ്റ് ആയിരുന്നു കേട്ടോ. മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്ത സംസ്കാരങ്ങൾ തിരഞ്ഞെടുക്കുക. മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അതുപോലെ അസ്തമിക്കുകയും ചെയ്യുന്ന സംസ്കാരങ്ങൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഏതാണ് ആൻസർ? 37ാമത്തെ ചോദ്യം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ബി ആണ് അല്ലെ? 1, 2, 3 നമ്മളെല്ലാം പറഞ്ഞില്ലേ? 4ഉം പറഞ്ഞില്ലേ? അസീറിയൻ പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞത്? കമന്റ് ചെയ്തേ. ഏതൊക്കെയായിരുന്നു? ബാബിലോൺ എന്താണ്? ബാബിലോൺ എന്തായിരുന്നു? ബാബിലോൺ എന്താ മക്കളെ?
അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിന് അർത്ഥം ദൈവത്തിന്റെ കവാടം. എന്താണ്? ദൈവത്തിന്റെ കവാടം. ദൈവത്തിന്റെ, അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിന് അർത്ഥം ദൈവത്തിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ബാബിലോൺ സാമ്രാജ്യ പ്രശസ്തമായ ഭരണാധിയാണ് ആര്? ഹമ്മുറാബി. ആരാണ്? പല്ലിന് എന്താണ്? പല്ലിന് കണ്ണിന് കണ്ണും പല്ലിന് പല്ലു അല്ലെ? ഏതാണ്? അങ്ങനെയല്ലേ? ഹമ്മുറാബി അല്ലെ? എന്താണ്? കണ്ണിന് കണ്ണും പല്ലിന് പല്ലു ആണോ? അല്ല, പല്ലിന് പല്ലും കണ്ണിന് പല്ലിന് അല്ല, കണ്ണിന് കണ്ണും പല്ലിന് പല്ലുമാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ലോകത്തിലെ ആദ്യ നിയമദാതാവ് ആരാണ്? അത് ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യ നിയമദാതാവാണ് ഹമ്മുറാബിയാണ്. ഹമ്മുറാബിയാണ്. കണ്ണിന് കണ്ണും പല്ലിന് പല്ലും എന്ന നയം ആരാണ്? ഹമ്മുറാബിയാണെന്നും കൂടി മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? എനിക്ക് മാറിപ്പോയി. കണ്ണിന് കണ്ണാണോ? അതെ, കണ്ണിന് കണ്ണും പല്ലിന് പല്ലുമാണ് അല്ലെ? ഓക്കെ, തെറ്റാണോ? ഓക്കെ. 38ാമത്തെ ചോദ്യം വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ആരെങ്കിലും ഇടയിലാണ് ക്ലാസ് കയറി വരികയാണെങ്കിൽ ആദ്യം മുതൽ കയറുക, കാണുക. അതുപോലെ തന്നെ ക്ലാസ് ഒരു കാരണവശാലും മക്കളെ മിസ് ചെയ്യരുത്, കണ്ടുപോവുക. മെസപ്പൊട്ടോമിയയിൽ എഴുത്തുവിദ്യ വികാസം പ്രാപിക്കാൻ കാരണം എന്ത്? എന്താണ്? ഏതാണ് കാരണം? കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്താൻ എഴുത്തുവിദ്യ ആവശ്യമായി തീർന്നു. ആവശ്യമായിരുന്നോ മക്കളെ? ആവശ്യമായിരുന്നോ? ഏതാണ്? ആവശ്യം ആയിരുന്നു അല്ലെ? ആവശ്യമായിരുന്നില്ലേ? വിവിധ സംസ്കാരങ്ങളുടെ ബന്ധപ്പെട്ട പരസ്പരം ആശയങ്ങൾ കൈമാറാൻ എഴുത്തുവിദ്യ ആവശ്യമായി വന്നു. ആൻസർ ഇതിൽ ഏതാണ്? 38ാമത്തെ ആൻസർ ഓപ്ഷൻ എ മാത്രമല്ലേ വരുള്ളൂ. സിന്ധുയുടെ സംസ്കാരത്തെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യ പഠിപ്പിച്ചു. അതൊന്നും ശരിയല്ല. ഏതാണ്? ഓപ്ഷൻ എ മാത്രമാണ് കാരണമായത്. ഓപ്ഷൻ എ മാത്രമാണ് കാരണമായത് അല്ലേ? എല്ലാമാണോ? സി മാത്രല്ലേ ആവശ്യമുള്ളായിരുന്നു? കച്ചവടം വികസനം പ്രാപിച്ച കൈമാറുന്ന ഉൾപ്പെടെ കണക്കുകൾ രേഖപ്പെടുത്താൻ എഴുത്തുവിദ്യ ആവശ്യം. ബാക്കിയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല കേട്ടോ, ബാക്കിയൊന്നും ആവശ്യമില്ലായിരുന്നു. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? എഴുത്തുവിദ്യ അല്ലെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓക്കെ. മെസപ്പൊട്ടോമിയയുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന ഏതാണ്? ഏതാണ്? ക്യൂണിഫോം അല്ലെ? ക്യൂണിഫോം എന്ന വാക്കല്ലേ? ക്യൂണിഫോം ആണ് എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത്. ഏത് വാക്കാണ്? ക്യൂണിഫോം ആണ് അല്ലെ? ക്യൂണിഫോം ലിപി ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആരംഭിച്ചത് എവിടെ? സുമേറിയൻ എന്നാണ് ആരംഭിച്ചത് അല്ലെ? സുമേറിയൻ എന്നാണ് ആരംഭിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക. എവിടെയാണ്? സുമേറിയൻ എന്നാണ് കൂടി ആരംഭിച്ചത്. ക്യൂണിഫോം ലിപിയുടെ ആകൃതി എന്താണ്? നമ്മൾ ഹൈറോഗ്ലിഫിക് പറഞ്ഞു, പാപ്പിറസ് ട്രീയുടെ തടിയും ഇല എന്ന് പറഞ്ഞു. ഇതിന്റെ ആകൃതി എന്താണ്? ആപ്പ് അല്ലെ? ആപ്പല്ലേ? അല്ലെ? ക്യൂണിഫോം ലിപി ആരാണ് വിശദീകരിച്ചത്? ആരാണ് ക്യൂണിഫോം ലിപി ആരാണ് വിശദീകരിച്ചത്? ചിലപ്പോ നിങ്ങൾക്ക് അറിയും ആരാണ്. ആരാണ്? ഹെൻറി ലാറിങ്സൺ ഉണ്ടോ? അതാരാണ്? ഹെൻറി ലാറിങ്സൺ ട്ടോ. ആരാണ്? ഹെൻറി ലാറിങ്സൺ ആണ് ആൻസർ ട്ടോ. ക്യൂണിഫോം എന്ന വാക്കിന് എന്താ അർത്ഥം? എന്താ വാക്കിന് അർത്ഥം? ഏതാ വാക്ക്? ലാറ്റിൻ വാക്കല്ലേ? ഏത് വാക്കാണ്? ലാറ്റിൻ വാക്കാണ്. ഏത് വാക്കാണ്? ലാറ്റിൻ വാക്കാണ്. ഏതാണ്? ലാറ്റിൻ വാക്ക് ക്യൂണസിൽ നിന്നാണ് ട്ടോ. ലാറ്റിൻ വാക്കായ ഏതാണ്? ക്യൂണസിൽ. ക്യൂണസ് അല്ലേ? ക്യൂണസിൽ നിന്നാണ് ട്ടോ. ക്യൂണസിൽ നിന്നാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? കളിമണ്ണ് കൊണ്ടുള്ള ക്യൂണിഫോം ലിപി എങ്ങനെയാ എഴുതുന്നത്? കളിമണ്ണ് കൊണ്ടുള്ള ഫലകങ്ങളല്ലേ? എങ്ങനെയാണ്? കളിമണ്ണ് കൊണ്ടുള്ള ഫലകങ്ങളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ്? കളിമണ്ണ് കൊണ്ടുള്ള ഫലകങ്ങളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. 31 10 ചോദ്യമല്ലോ കേട്ടോ, നന്നായി ഒന്ന് പഠിച്ചാൽ മതി. മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? നമ്മൾ പറഞ്ഞു ക്യൂണിഫോം ആണെന്നും കൂടി പറഞ്ഞു അല്ലെ? ഏതാണ്? ക്യൂണിഫോം ആണെന്ന് പറഞ്ഞു. ഇവിടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ പ്രസ്താവന. മക്കൾ വായിച്ചേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ.
മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് മെസപ്പൊട്ടോമിയക്കാർ എഴുതിയത്. അത് ശരിയല്ലേ? അത് ശരിയല്ലേ? അത് വളരെ ശരിയാണ്. കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. അതും വളരെ കറക്റ്റ് ആണ്. സ്വർണ്ണത്തകിടിൽ എഴുതിയ ലിഖിതങ്ങൾ മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യയുടെ സവിശേഷതയാണ്. അത് തെറ്റാണ്. ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് അപ്പൊ ശരി? ഏതാണ് ശരി മക്കളെ? ഏതാണ് ശരി? തെറ്റാണല്ലേ ചോദിച്ചത്? ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ്. ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ് തെറ്റ് അല്ലെ? ബാക്കി മൂന്നും എയും ബിയും ഡിയും ശരിയാണ്. എയും ബിയും ഡിയും കറക്റ്റ് ആണ്. സി സ്വർണ്ണത്തകിടല്ല അല്ലെ? മെസപ്പൊട്ടോമിയക്കാർ ഒരു ദിവസത്തെ എത്ര മണിക്കൂറായി വിഭജിച്ച് കണക്കാക്കിയിരുന്നു? മെസപ്പൊട്ടോമിയക്കാര് ഒരു ദിവസത്തെ എത്ര മണിക്കൂറായി കണക്കാക്കിയിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. ഇരുപത്തിനാല് അല്ലെ? എങ്ങനെയായിരുന്നു കണക്കാക്കിയത്? കമന്റ് ഇട്ടേ. എങ്ങനെയായിരുന്നു മക്കളെ? മെസപ്പൊട്ടോമിയ ചന്ദ്രന്റെ കലണ്ടറെ അടിസ്ഥാനമാക്കിയല്ലേ അല്ലെ? ഒരു വർഷത്തെ 12 മാസമായും ഒരു വർഷത്തെ 12 മാസമായിട്ടും അതുപോലെ ഒരു മാസത്തെ 4 ആഴ്ചയായിട്ടാണ് അവര് വിഭജിച്ചത് അല്ലെ? പിന്നെ അതുപോലെ ഗണിതശാസ്ത്ര ഹരണവും ഗുണനവും ഒക്കെ അവർക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹരണവും ഗുണവും വർഗ്ഗമൂലവും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് വളരെ നന്നായിട്ട് അറിയാമെന്നും കൂടി മെസപ്പൊട്ടോമിയക്കാർക്ക് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മെസപ്പൊട്ടോമിയക്കാര് നിർമ്മാണ വൈഭവത്തിന് ഉദാഹരണമായ സിഗരറ്റുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. സിഗരറ്റുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. എങ്ങനെയായിരുന്നു? നമ്മൾ അപ്പളേ പറഞ്ഞില്ലേ സിഗരറ്റുകൾ എന്താണ്? സിഗരറ്റുകൾ ആരാധനാലയങ്ങളായിരുന്നു. ആണോ? ആണ് അല്ലെ? ഓപ്ഷൻ 1 കറക്റ്റ് ആയിരുന്നു. പിന്നെന്താണ്? നഗരങ്ങളിലാണ് സിഗരറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് ശരിയാണോ? അതും ശരിയാണ്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് സിഗരറ്റുകൾ പണിതത്. ശരിയാണോ? ശരിയാണ്. സിഗരറ്റുകളെ പ്രധാന ആഘോഷം സൂര്യോത്സവമായിരുന്നു. അത് ശരിയാണ് മക്കളെ. അല്ല അല്ലെ? അത് തെറ്റായിരുന്നു. നമ്മൾ സിഗരറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അല്ലെ? എന്താണ്? ആരാധനാലയങ്ങളാണ് പറഞ്ഞു, ചുട്ടിക ഇഷ്ടികയിലാണ് പറഞ്ഞു. അതുപോലെ തന്നെ 25ഓളം സിഗരറ്റുകൾ ഈ പ്രദേശത്ത് നിർമ്മിച്ചെന്ന് പറഞ്ഞിട്ടാ. 25ഓളം സിഗരറ്റുകൾ ഈ പ്രദേശത്ത് നിർമ്മിച്ചതായിട്ടെന്ന് പറയപ്പെടുന്നു. അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഈ ഉർ എന്ന നഗരമൊക്കെ ഈ സിഗരറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഉർ എന്ന നഗരം. അതുപോലെ നന്നാർ ദേവതയുടെ സിഗരറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നന്നാർ ദേവത നമ്മൾ പഠിച്ചുല്ലേ? അനു സ്കൈ ഗോൾഡ് അല്ലെ? നന്നാർ ദേവത എവിടെയായിരുന്നു? അത് ഉറിലായിരുന്നു കേട്ടോ. നന്നാർ ദേവതയുടെ സിഗരറ്റ് എവിടെയാണ്? അത് ഉറിലാണെന്ന് കൂടി മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ ആണോ? അതുപോലെ ഈ മെസപ്പൊട്ടോമിയക്കാരുടെ ജനതയുടെ തെളിവുകളൊക്കെ പ്രധാന തെളിവുകളൊക്കെ ഈ സിഗരറ്റുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ ആൻസർ ഏതാ വരിക? മക്കളെ കമന്റ് ചെയ്തേ. ഏതാണ്? ഓപ്ഷൻ എ വരും അല്ലെ? 1, 2, 3 മാത്രമാണ് ശരി. ഏത് നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്? ചൈനീസ് ഏത് നദിയുടെ തീരത്താണ് വളർന്നു വന്നത്? കമന്റ് ചെയ്തേ. ഏത് നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം നിലനിന്നത്? ഏതാണ്? ഹൊയാൻഹോ നദി അല്ലെ? ഏതാണ്? ഓപ്ഷൻ സി. ഏതാണ്? ഹൊയാൻഹോ നദിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഏതാണ്? ഹൊയാൻഹോ നദിയാണ് അല്ലെ? അക്ഷരങ്ങൾക്ക് പകരം എന്ത് ഉപയോഗിച്ചു? ചിത്രങ്ങളല്ല ഉപയോഗിച്ചത്. അക്ഷരങ്ങൾക്ക് പകരം ഇവര് ചിത്രങ്ങളാണെന്ന് ഉപയോഗിച്ചത്. ചൈനീസ് ലിപി ഏത് യുഗത്തിലാണ് രൂപപ്പെട്ടത്? ഏത് യുഗമാണ്? നമ്മൾ പപ്പയെ ഡിസ്കസ് ചെയ്തു. ഏതാണ്? വെങ്കല യുഗം. ഏതാണ്? വെങ്കല യുഗത്തിലാണ് രൂപപ്പെട്ടത് അല്ലെ? ഇവിടെ വെങ്കലത്തിന്റെ ഉപയോഗം വളരെ വ്യാപകമായിരുന്നു കേട്ടോ. ഏത്? അതിൽ കാർഷിക പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. കച്ചവടത്തിന്റെയും കരകൗശല മേഖലയുടെയൊക്കെ വികാസം പ്രാപിച്ചു. അതുപോലെ പിന്നെ ശാസ്ത്ര രംഗത്ത് വളരെ പ്രാധാന്യം വികാസമൊക്കെ പ്രാപിച്ച ഇതാണ് ചൈനീസ് സംസ്കാരം. ചൈനക്കാർ തയ്യാറാക്കിയ കലണ്ടറിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? എത്ര ദിവസങ്ങളാണ് മക്കളെ ഉണ്ടായിരുന്നത്? കമന്റ് ചെയ്തേ. നമ്മൾ അപ്പഴേ പറഞ്ഞു അല്ലെ? 365 അല്ലെ? 365 അല്ലെ? പ്രാചീന ചൈനക്കാർ അക്ഷരങ്ങൾക്ക് പകരം എന്താണ്?
എന്തുപയോഗിച്ച്? ചിത്രങ്ങളാണ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം അവരെന്ത് ചെയ്ത്? ചിഹ്നങ്ങളാണ് വന്നത്. പിൻകാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് വന്നത്. ഓക്കെ ആണോ? ചേരുംപടി ചേർക്കുകയാണ്. താഴെ തന്നിരിക്കുന്ന ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. നോക്കിയേ, ക്രമീകരിച്ചേ, പെട്ടെന്നൊന്ന് ക്രമീകരിച്ചേ മക്കള്. ക്രമീകരിച്ചേ. ഏതാ വരിക? ജോൺ മാർഷൽ ഏതാ വരിക? നമ്മൾ അപ്പഴേ ഡിസ്കസ് ചെയ്തു അല്ലെ? ജോൺ മാർഷൽ ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ജോൺ മാർഷൽ ഏതാ വരിക? ജോൺ മാർഷൽ ഓപ്ഷൻ 4 ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് വരിക അല്ലേ? പിന്നെ അതാണ് ദയാറാം സാഹ്നി എന്താണ്? ഓപ്ഷൻ 3 അല്ലെ? ഹാരപ്പയാണ്. പിന്നെ ഏതാണ്? ഹൈറോഗ്ലിഫിക് എന്താണ്? മോഹൻ ജദാരയാണ് അല്ലെ? ഹൈറോഗ്ലിഫിക് എന്താണ്? മോഹൻ ജദാരയാണെന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ തെറ്റിപ്പോയോ? ഏതാണ്? ജോൺ മാർഷൽ ഏതാ മക്കളെ? ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്, കറക്റ്റ് ആണ്. ദെൻ ദയാറാം സാഹ്നി എന്താണ്? ദയാറാം സാഹ്നി അത് ഹാരപ്പയാണ് അല്ലെ? ഹാരപ്പയാണ്. ദെൻ RD ബാനർജി എന്താണ്? RD ബാനർജി ആണ് മോഹൻ ജദാരോ അല്ലെ? മോഹൻ ജദാരോ. ദെൻ ഹൈറോഗ്ലിഫിക് എന്താണ്? ഹൈറോഗ്ലിഫിക് നമുക്കറിയാം ഏതാണ്? ഈജിപ്ഷ്യൻ ആണെന്ന് അറിയാം. ദെൻ ക്യൂണിഫോം ആണ് മെസപ്പൊട്ടോമിയ. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ അല്ലെ? അപ്പോ 1, 4 അല്ലെ? പിന്നെ രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെ 3 ആണ് വരിക. ദെൻ മൂന്നാമത്തെ ആണെങ്കിൽ ഏതാ വരിക? അത് 2 ആണ് വരിക. നാലാമത്തെ ഏതായിരുന്നു? നാലാമത്തെ 5 എന്ന് വരും. ദെൻ അഞ്ചാമത്തെ 1 എന്ന് വരും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇതിൽ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി എന്നാണ് വരിക കേട്ടോ. ഇതാണ് ഓപ്ഷൻ സി എന്നാണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ ആണോ മക്കളെ? കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ മക്കളെ? കാണുന്നുണ്ടോ? സെറ്റ് ആണോ? ഓക്കെ. താഴെ പറയുന്നവിൽ തെറ്റായത് വിലയിരുത്തുക. ഓക്കെ, താഴെ പറയുന്നവിൽ തെറ്റായത് ഏതാണെന്ന് വിലയിരുത്താൻ പറഞ്ഞിരിക്കണേ. ഏതാണ് താഴെ? സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? ജോൺ മാർഷൽ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? ഏതാണ്? അത് ശരിയാണ്. പെട്ടെന്ന് പോവാ. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. പിന്നെ സിന്ധു നദി സംസ്കാരത്തിന് മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. അതും ശരിയല്ലേ? ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടോമിയക്കാർ വിളിച്ചത് എന്ത് പേരിലാണ്? ഏത് പേരിലാണ് മക്കളെ? കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് 5-6 ഉള്ളൂ കേട്ടോ. ഏത് പേരിലാണ്? മെലുഹ എന്ന പേരിലാണ്. അതും ശരിയാണ്. ഹാരപ്പൻ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ തലവനാണ് സർ ജോൺ മാർഷൽ. എല്ലാം ശരിയല്ലേ? എല്ലാം ശരിയല്ലേ? 4 തെറ്റോ? എല്ലാം ശരിയല്ലേ മക്കളെ? എല്ലാം ശരിയാണല്ലോ. എല്ലാം ശരിയാണ് കേട്ടോ. അലക്സാണ്ടർ കണ്ണിഹാം വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? അത് ഏതാണ്? പിതാവല്ലേ? ഇത് എന്താണ്? നേതൃത്വം നൽകി ഇന്ത്യൻ പുരാവസ്തു വകുപ്പിന്റെ തലവൻ ആരാണ്? എല്ലാം ശരിയാണ് കേട്ടോ. 1 ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. എല്ലാം ശരി വരും. 1, 2, 3, 4 കറക്റ്റ് ആണ്. ഓക്കെ ആണോ? സിന്ധു നദിയുടെ ജനത ആരാധിച്ചിരുന്ന മൃഗം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്?
ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഏതാണ്? കാളയാണ് അല്ലെ? ഏതാണ്? കാളയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അവർ ഇണക്കി വളർത്തിയത് ഏതാണ്? ഇണക്കി വളർത്തിയത് നായയാണ് അല്ലെ? ഇണക്കി വളർത്തിയത് നായയാണെന്ന് കൂടി ഓർത്ത്. അറിവില്ലാത്ത ഏതാണ്? അത് അറിവില്ലാത്ത അജ്ഞാതമായത് അറിവില്ലാത്ത ഏതാണ്? കുതിരയാണെന്ന് ഓർത്ത് വെക്കുക. അജ്ഞാതയാണ് ലോഹം ഏതാണ്? അജ്ഞാതമായ ലോഹം ഏത്? അജ്ഞാതമായ ലോഹം ഏതാണ്? അത് ഏതാണ്? ഇരുമ്പായിരുന്നു അല്ലെ? ഏതാണ്? ഇരുമ്പായിരുന്നു. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇന്ത്യൻ ഭൂപടത്തിലെ ആദ്യ സംസ്കാരമാണ് ഏത്? ഈ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരം എന്നും കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് 48ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായത് വിലയിരുത്തുക. ഏതാണ്? തെറ്റായത് വിലയിരുത്തുക. 1922 ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? തെറ്റല്ലേ? 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 1921 ഒന്നിലല്ലേ? 22-ലാണ് എന്ത്? 1922-ലാണ് എന്ത്? 1922-ലാണ് മോഹൻജദാരോ രണ്ടാമതായി കണ്ടെത്തിയത് അല്ലെ? മോഹൻജദാരോ രണ്ടാമതായി കണ്ടെത്തിയതാണ് ഏതാണ്? 1922-ലാണ്. 21-ലാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. സിന്ധു നദി സംസ്കാര കേന്ദ്രമായ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ഹാരപ്പൻ സംസ്കാരത്തിന് ഉപജ്ഞാതാക്കളായി കരുതപ്പെടുന്ന ദ്രാവിഡരാണെന്ന് പറയുന്നു. അതും ശരിയാണ്. സ്വതന്ത്രത്തിന് ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദിയുടെ കേന്ദ്രമാണ് ഏത്? ഏതാണ്? കമന്റ് ചെയ്തേ. ശരിയാണോ? ഏതാണ്? രൂപാർ എന്നല്ലേ? ലോത്തലാണ്. തെറ്റല്ലേ? ഏതാണ് ആൻസർ? രൂപാറാണ് കേന്ദ്രം അല്ലെ? സ്വാതന്ത്ര്യ ശേഷം ആദ്യമായി കണ്ടെത്തിയത് രൂപാറാണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ? രൂപാർ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? പഞ്ചാബിലാണ് സ്ഥിതി. രൂപാർ എവിടെയാണ്? പഞ്ചാബിലാണെന്നും കൂടി ഓർത്തു. രംഗ്പൂർ ജില്ല അല്ലെ? പഞ്ചാബിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഏതാണ്? ആരാണ്? പഞ്ചാബിലെ രൂപാങ്കർ ജില്ല. ഏതാണ്? പഞ്ചാബിലെ രൂപാങ്കർ ജില്ലയാണ്. ഏതാണ്? രൂപാങ്കർ ജില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. രൂപാറിൽ ഉദ്ഘാടനം നടത്തിയത് ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഉദ്ഘാടനം നടത്തിയത്? YD ശർമ്മ. ആരാണ്? YD ശർമ്മയാണ് കേട്ടോ. ആരാണ്? YD ശർമ്മയാണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ആൻസർ ഏതാണ്? ഏതാണ് തെറ്റ്? 1ഉം 4ഉമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ ആണോ? ഓക്കെ ആണോ? തെറ്റാണോ മക്കള്? മനസ്സിലാവുന്നുണ്ടോ? ഹാരപ്പ എവിടെയാണ്? ഹാരപ്പയും അതുപോലെ മോഹൻജദാരോ സുത്കാചൻദാറൊക്കെ പാകിസ്ഥാനിലാണ് കേട്ടോ. സുത്കാചൻദാർ പറഞ്ഞിട്ട് കൂടി ഉണ്ട്. അതെല്ലാം പാകിസ്ഥാനിലാണ്. ധോളവീര ഇന്ത്യയിലാണ്. ലോത്തലും കാളിബംഗാനൊക്കെ ഇന്ത്യയിലാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്ന അർത്ഥം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്ന ചോദ്യം. ഏതാണ്? ഏതാണ്? മോഹൻജദാരോ അല്ലെ? മോഹൻജദാരോ അല്ലെ? ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി അല്ലേ കറക്റ്റ് ആൻസർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? താഴെ പറയുന്ന വിശേഷണങ്ങൾ ഏതാണെന്ന് വിലയിരുത്തുക. ഏതാണെന്ന് വിലയിരുത്തുക. സബർമതി നദിക്കും പോഷക നദിയായ ബോഗാവോയ്ക്കും ഇടയിലാണ് കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാരമാണ് ഏത്? കമന്റ് ചെയ്തേ. ഇതേതാ വരിക? വിശേഷണങ്ങളാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നോക്കുക. താഴെ പറയുന്ന വിശേഷണങ്ങൾ ഏതാണെന്ന് വിലയിരുത്തുക. സബർമതി നദിക്കും പോഷക നദിയായ ഗോവായ്ക്കും ഇടയിലെ കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാരം, അതുപോലെ സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായ പ്രധാന തുറമുഖം, കപ്പൽശാലയും പണ്ടകശാലയും വ്യാപാരികളുടെ ഭവനങ്ങളും കണ്ടെത്തിയ കേന്ദ്രം, മരിച്ചവരുടെ കുന്ന് എന്ന് ഗുജറാത്തി ഭാഷയിൽ അർത്ഥം വരുന്ന പ്രദേശം. ഇതൊക്കെ ഏതാണ്? ഓപ്ഷൻ ബി ആയ ലോക്താലാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ലോക്താലാണ് അല്ലെ? ലോക്താൽ അല്ലേ? ഇതെന്താണ്? സുത്കാചൻദാർ എന്താണ്? സുത്കാചൽദാർ എന്താണ്?
ബലൂചിസ്ഥാൻ അല്ലെ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ദാഷ്ട നദീ തീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീ കേന്ദ്രമാണ്. ഏതാണ്? ദാഷ്ട ട്ടോ. ദാഷ്ട, ബലൂചിസ്ഥാനിലെ ദാഷ്ട നദീ തീരത്ത് നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരം ഏതാണ് ചോദിച്ചാൽ ഏതാണ്? സുത്കാചൻ ദോറാൻ ട്ടോ. സുത്കാചൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്തിരുന്ന പേടകങ്ങൾ ലഭിച്ചതൊക്കെ ഏതിലാണ്? ഈ സുത്കാചന. മനുഷ്യന്റെ ചിതാഭസ്മം അടക്കുന്ന പേടകങ്ങളൊക്കെ ലഭിച്ചത് എവിടെയാണ്? ഈ സുത്കാചൻ ദാലിലാണെന്നും കൂടി ഓർത്തു വെക്കുക. കറുത്ത വളകൾ എന്ന അർത്ഥം വരുന്ന സിന്ധു നദിയുടെ പ്രദേശം ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഏതാണ്? ഏതാണ്? കമന്റ് ചെയ്തേ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഏതാണ് മക്കളെ? കാലിബംഗാൻ അല്ലേ? നമ്മളപ്പോ ഡിസ്കസ് ചെയ്തില്ലേ? കാലിബംഗാൻ അല്ലേ? ഓക്കെ ആണോ? പുരുഷന്മാരോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തിരുന്ന തെളിവ് ലഭിച്ച കേന്ദ്രം ഏതാണ്? പുരുഷന്മാരിനോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്ത് ഏതാണ്? ലോത്തലാൽ അല്ലെ? അല്ലെ? ലോത്തൽ അല്ലേ? മനുഷ്യന്മാരോടൊപ്പം നായയും അടക്കം ചെയ്തതാണ് നായ. അത് രൂപാറാണ്. നമ്മളപ്പോ ഡിസ്കസ് ചെയ്തു അല്ലെ? ഏതാണ്? അത് രൂപാറാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. നല്ലൊരു റിവിഷൻ ആണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയത് അല്ലെ? സൂപ്പർ റിവിഷൻ ആണ്. ഇനി മെസപ്പൊട്ടോമിയനും ഈജിപ്ഷ്യനും നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമേ ഇല്ല. അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം 2 സ്ലൈഡിലാണ് അവർ കയറ്റിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ട്ടോ. ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇതിൽ എന്താണ്? ഹാരപ്പ എവിടെയാണ്? ഹാരപ്പ ഏത് നദീ തീരത്താണ്? ഇതിൽ ഓപ്ഷൻസ് ഇങ്ങനെയാ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മളത് സ്ലൈഡ് ആക്കുമ്പോ ക്ലിയർ ചെയ്തുതരാം. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ്? കമന്റ് ചെയ്തേ. നമ്മളിവിടെ ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട കേട്ടോ. നിങ്ങൾ ഈ ഭാഗം നോക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഹാരപ്പ എവിടെയാണ്? രവീരാണ്. ഹാരപ്പ എവിടെയാണ്? രവി നദി എന്നാണ് കൂടി ഓർത്തിരിക്കുക. ദെൻ രൂപാർ എവിടെയാണ്? രൂപാർ എവിടെയാ? രൂപാർ എവിടെയാ മക്കളെ? കമന്റ് ചെയ്തേ. രൂപാർ എവിടെയാണ്? സത്ലജ് അല്ലെ? സത്ലജിലാണ്. ഏതാണ്? സത്ലജ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ ധോളവീര. ധോളവീര എവിടെയാണ്? ധോളവീര. ധോളവീര എവിടെയാണ്? കമന്റ് ചെയ്തേ. ധോളവീര എവിടെയാണ്? ലൂണിയിലാണ് അല്ലെ? ഏതാണ്? ഓപ്ഷൻ വരുന്നുണ്ട്. ലൂണിയാണെന്നും കൂടി ഓർത്തു വെക്കുക. എവിടെയാണ്? ലൂണിയാണെന്ന് ഓർത്തു വെക്കുക. ദെൻ കാലിബംഗാൻ. കാലിബംഗാൻ എവിടെയാണ്? ഗഗ്ഗാർ നദിയാണ്. ഏതാണ്? ഗഗ്ഗാർ നദിയാണെന്നും കൂടി ഓർത്തു വെക്കുക. കാലിബംഗാൻ എവിടെയാണ്? ഗഗ്ഗാർ നദിയാണെന്നും കൂടി ഓർത്തു മിത്തൻ. മിത്തൻ എവിടെയാണ്? യമുനയാണ് ട്ടോ. എവിടെയാണ്? യമുനയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ചാൻഹുദാരോ. ഏതാണ്? ചാൻഹുദ മുത്തു നിർമ്മാണത്തിന് അല്ലെ? ഏതാണ്? ചാൻഹുദാര എവിടെയാണ്? സിന്ധു ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ആ 2 സ്ലൈഡ് ആയതുകൊണ്ടാണ് ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? നമ്മളെ ടൈപ്പ് ചെയ്യുന്ന ഒരാൾ ഇന്ന് ലീവ് ആയിരുന്നു. ആ കുട്ടിയാണ് എനിക്ക് ഇതിൽ ക്ലിയർ ചെയ്യുക. ഇന്ന് വേറൊരാളായത് കൊണ്ട് എന്തു പറ്റി? ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കേട്ടോ. ശരിയായത് കണ്ടെത്തുക. കഴിഞ്ഞ 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. ശരിയായത് കണ്ടെത്തുക. ഏതാണ് ശരിയായത് കണ്ടെത്തുക? ഹാരപ്പ ആരാണ്? ഹാരപ്പ കമന്റ് ചെയ്തേ. ഹാരപ്പ എവിടെയാണ്? ആരാണ് കണ്ടെത്തിയത്? ദയാറാം സാഹിനിയാണെന്ന് മനസ്സിലായി അല്ലെ? ദെൻ മോഹൻജദാരോ ആരാണ്? മോഹൻജദാരോ RD ബാനർജി. ചാൻഹുദാരോ ആരാണ്? ചാൻഹുദാരോ NG മജുംദാർ. ദെൻ രൂപാർ ആരാണ്? രൂപാർ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തോളൂ. രൂപാർ ഏതാണ്? YD ശർമ്മയാണെന്ന് ഓർത്ത് വെക്കുക. ബനവാലി RS ബിഷ്തയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
താഴെ പറയുന്നവിൽ ശരിയായത് വിലയിരുത്തുക. നെയിൽ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഏതാണ്? കമന്റ് ചെയ്തേ. ശരിയല്ലേ? അത് ശരിയാണ് അല്ലെ. ഓക്കെ, ഒന്ന് ശരിയാണ്. ഈജിപ്ഷ്യൻ നൈലിന്റെ തീതാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. ഈജിപ്ത് രാജാക്കന്മാർ അറിയപ്പെടുന്ന ഫറവോ എന്നാണ് അർത്ഥം പറയുന്നത്. സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവര് ചെയ്തത്. അത് തെറ്റല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? നാലാം ഓപ്ഷൻ 1ഉം 2ഉം 3ഉം ശരി, നാലാമത്തെ തെറ്റാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഈജിപ്തുകാരുടെ എഴുത്തുലിപി എന്തായിരുന്നു? എഴുത്തുലിപി ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക് അല്ലെ. പാപ്പിറസ് സ്റ്റഡിയും തടി നമ്മളെല്ലാം പറഞ്ഞാണ് അല്ലെ. ഏതാണ്? മെസോപ്പൊട്ടോമിയ ആണെങ്കിൽ യൂണിഫോം ആണ്. ചിത്രലിപി ഏതായിരുന്നു? ചിത്രലിപി എന്ന് പറഞ്ഞേ, കമന്റ് ചെയ്ത് ചിത്രലിപി ആരുടെയാണെന്ന്. താഴെ പറയുന്നവിൽ ശരിയായത് മമ്മികൾ സൂക്ഷിച്ച വലിയ ശവ കുടീരങ്ങളാണ് പിരമിഡ് അല്ലെ. ആണ്. സൗര പഞ്ചാംഗം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം, സൂര്യഘടികാരം ഒക്കെ ആരാണ്? ചൈനീസുകാര് നിർമ്മിച്ചു. അതും ശരിയാണോ? തെറ്റാണ് അല്ലെ. ഒരു വർഷത്തെ 320 ദിവസങ്ങളായി കണക്കാക്കിയത് ഈജിപ്ഷ്യൻ കാലങ്ങളാണ്. അത് ശരിയാണ്. വേറെന്താണ്? സൂര്യദേവനായ റാക്കു വേണ്ടി, റാവാണ്ടോ, റാന്നാണ്, റാ മാത്രമേ ഉള്ളൂ. റാക്ക് വേണ്ടി ഈജിപ്ഷ്യൻ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് അബു സിംബൽ. അതും ശരിയാണ്. ആൻസർ ഏതാണ്? 1ഉം 3ഉം 4ഉം മാത്രം ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1ഉം 3ഉം 4ഉം മാത്രമാണ് ശരി. ഓക്കെ ആണോ മക്കളെ? ശരിയാണോ? ലോകത്തിലെ ആദ്യ പുസ്തകം ഏതാണ്? ലോകത്തിലെ ആദ്യ പുസ്തകം ഹിരാഗ സൂത്ര കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. അത് മാത്രമേ നിങ്ങൾ എല്ലാം പഠിച്ചു അല്ലെ. അതൊന്നും മാത്രം കുറവ് വേണ്ട. ഹിരാഗ സൂത്രയാണ്. ഏതാണ്? ലോകത്തിലെ ആദ്യ പുസ്തകമാണ് ഹിരാഗ സൂത്ര. ആരാണ് ഹിരാഗ സൂത്ര പ്രസിദ്ധീകരിച്ചത്? ചൈനക്കാരാണ്. ആരാ പ്രസിദ്ധീകരിച്ചത്? ചൈനക്കാരാണ് കേട്ടോ. ആരാണ്? ചൈനക്കാരാണ് പ്രസിദ്ധീകരിച്ചത് എന്നും കൂടി ഓർത്തിരിക്കുക. ചൈനയിലെ ആദ്യ സാമ്രാജ്യം ഏതാണ്? ഏതാണ് ചൈനയിലെ ആദ്യ സാമ്രാജ്യം? ചിൻ സാമ്രാജ്യം ട്ടോ. ഏതാണ് ചൈനയിലെ ആദ്യ സാമ്രാജ്യം? ഏതാണ്? ചിൻ സാമ്രാജ്യം. ഏതാണ്? ചിൻ സാമ്രാജ്യമാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ചൈന അല്ലെ, അതിന് മുമ്പ് എന്തായിരുന്നു പേര്? ചീനാനായിരുന്നു അല്ലെ. എന്ന് പേര് വരാൻ കാരണം ചിൻ വംശമായതാണ് കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ ചൈനയിലെ ആദ്യ ചക്രവർത്തി ആരാണ്? ചക്രവർത്തി ആരാണ്? ഷിഹ്വന്തി അല്ലെ. ഏതാണ്? ഷിഹ്വന്തിയാണ് ചൈനയിലെ ആദ്യ ചക്രവർത്തി എന്നും കൂടി ഓർത്തു വെക്കുക അല്ലെ. ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നൊക്കെ പറയും അല്ലെ. നമ്മള് തൂത്തൻഖാമ എന്തായിരുന്നു? തൂത്തൻഖാമ നെപ്പോളിയൻ എന്ന് പറഞ്ഞില്ലേ. ഏതാണ്? തൂത്തൻഖാമ നമ്മൾ എന്താ പറഞ്ഞത്? തൂത്തൻഖാമ 3. ഏതാണ്? സോറി, ഏതാണ്? തൂത്തുമോസ് 3 ആണ് അല്ലെ. ഈജിപ്ഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന തൂത്തുമോസ് 3 അല്ലേ പഠിച്ചത്? അതെ അല്ലെ. ഷിഹ്വന്തി അല്ലേ? ഷിഹ്വന്തി ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്ന ഷിഹ്വന്തിയാണ്. അതുപോലെ ഈ വൻമതിലൊക്കെ പണി കഴിപ്പിച്ച ആരാണ്? ഷിഹ്വന്തി അല്ലേ? ഭൂമിയിലെ ഏറ്റവും നീളമേറിയ മനുഷ്യ നിർമ്മിതിയാണ് ഏത്? ഈ ഷിഹ്വന്തി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്ന ഏതാണ്? ഏതാണ് നാഗരിക സംസ്കാരം എന്നറിയപ്പെടുന്നത്? അത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. ഏതാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. നമ്മളുടെ ലാസ്റ്റ് ചോദ്യമാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഏതാണ്? നമ്മൾക്കറിയാം അല്ലെ. ഏതാണ്? ഏതാണ്? കമന്റ് ചെയ്തേ. ഇറാഖ് ആയിരുന്നു അല്ലെ. ഏതാണ്? ഇറാഖ് ആയിരുന്നു. ഏതാണ്? ഇറാഖ് ആയിരുന്നു എന്നും കൂടി ഓർത്തു വെക്കുക. താഴെ പറയുന്നതിൽ ശരിയായ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഏതാണ്? ഉറും, ലഗാക്കും, ഉമ്മയും നിപ്പൂറും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഏറ്റവും വലുത് ഉറ ആയിരുന്നില്ലേ? അത് ശരിയാണ്. മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങളാണ് സുമേറിയൻ, പിന്നെ ഏതൊക്കെയായിരുന്നു?
കാഡിയൻ, അസീറിയൻ, ബാബിലോണിയൻ. ശരിയാണ്. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരമാണ് അസീറിയൻ സംസ്കാരം. അത് തെറ്റാണ്. ഏതായിരുന്നു? സുമേറിയൻ സംസ്കാരമായിരുന്നു. ഏതാണ്? സുമേറിയൻ സംസ്കാരമായിരുന്നു. അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ദൈവത്തിന്റെ കവാടമാണ്. അത് എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഏതാണ് ശരി? ഏതാണ് ശരി? എയും ബിയും ഡിയുമാണ് ശരി. ഇതാണ് കറക്റ്റ്. സെറ്റാണോ മക്കളെ? സെറ്റല്ലേ? ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ LP UP വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതും തൂക്കി നിങ്ങൾക്ക് ഇട്ട് തന്നാണ്. ക്വസ്റ്റ്യൻ ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ നോക്കട്ടെ. നിങ്ങൾക്ക് പറയാൻ അറിയുന്നുണ്ടോ നോക്കട്ടെ. ഏതാണ് ആൻസർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. എന്താണ് ആൻസർ? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ നിലനിന്നിരുന്നു. ശരിയാണ്. പ്രധാന പട്ടണമാണ് ഊർ. ശരിയാണ്. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ശരിയാണോ? ഇത് രണ്ടാമത്തേതുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്തേ. നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏതാണ് ആൻസർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാ വരിക? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് അല്ലെ? രണ്ടാമത്തെയോ? ഞാൻ തെറ്റിട്ടാൽ നിങ്ങളും തെറ്റിടും, നിങ്ങൾ ശരിയിട്ടാൽ ഞാനും. ഏതാണ് കറക്റ്റ് ആയി പറഞ്ഞേ? 61ാമത്തെ കമന്റ് ചെയ്തേ. ഒന്ന് ശരിയാണോ? ശരിയാണ്. രണ്ടാമത്തെ ആണെങ്കിലോ? രണ്ടാമത്തെ തെറ്റ്. അത് രൂപം കൊണ്ടത് കേട്ടോ. പിന്നെ മൂന്നാമത്തതാണെങ്കിലോ? ഇത് ഏത് വർഷമാണ്? 3200 മുതൽ അല്ലെ ടു 1600 അല്ലേ പറയപ്പെടുന്നത്. പിന്നെ പ്രധാന പട്ടണമാണ് ഉറാണ്. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണോ? ഏതാണ് ഓപ്ഷൻ? ഏതാണ് വരിക? ഓപ്ഷൻ ബി അല്ലേ വരിക? ഓപ്ഷൻ ബി അല്ലേ വരിക? ബാക്കി എല്ലാം ശരിയാണ് അല്ലെ? ഓക്കെ ആണോ? മൂവായിരം മുതൽ 1600 അല്ലെങ്കിൽ 3200 മുതൽ 1600 ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സെറ്റാണോ? ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യസന്ധമായിട്ട് പറയാ. വളരെ വിലപ്പെട്ട കമന്റും കൂടി നിങ്ങളുടെ ആവശ്യമാണ്. ഏതാണ്? അപ്പൊ ഏകദേശം സിവിലൈസേഷൻ നിങ്ങൾക്ക് 1 മാർക്ക് പോലും പോവില്ലല്ലോ. ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ടത് ഞാൻ വിട്ടിട്ടുണ്ടോ? മെസപ്പൊട്ടോമിയ ആയിക്കോട്ടെ, ഹാരപ്പൻ ആയിക്കോട്ടെ, ഈജിപ്ഷ്യൻ ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, പ്രസ്താവനയാണെങ്കിലും ഈ പ്രസ്താവന ഞാൻ തരുന്നത് നിങ്ങൾ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നത് എന്തിനാണ്? PDF കിട്ടുമ്പോ എന്റെ മക്കൾ തെറ്റിക്കാതിരിക്കാനാണ് ഞാൻ തരുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ചിലപ്പോൾ 2 മണിയും 3 മണിയൊക്കെ ഇരിക്കേണ്ടി വരുന്ന ദിവസങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിമിത നല്ലൊരു ക്ലാസ് ആണ്. നിലവാരമുള്ള ചോദ്യങ്ങൾ പറഞ്ഞു. പക്കാവായിട്ടുള്ള റിവിഷൻ ആണ്. ഇനി നമുക്ക് മെസപ്പൊട്ടോമിയനും ഈജിപ്ഷ്യനും റിവിഷൻ ആവശ്യമേ ഇല്ല അല്ലേ? ശരിയല്ലേ? നന്നായി പഠിക്കാം മക്കളെ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തുതരും. ഈ ഒരു നിങ്ങൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, മറന്നു പോവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അടിച്ചു വരുമ്പോഴോ, പാത്രം കഴുകുമ്പോഴോ, തേങ്ങ ചുരവുമ്പോഴോ, ദോശ ഉണ്ടാക്കുമ്പോഴോ എന്റെ സൗണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതൊന്ന് ഓണാക്കി ഇടുക. നിങ്ങൾ പഠിച്ചോളും. തേങ്ങ ചിരുമ്പോഴേ കറകറാൻ സൗണ്ട് ഉണ്ടാവില്ലേ? ആ സമയത്ത് എന്റെയും ഇതേ സൗണ്ട് തന്നെയല്ലേ? നിങ്ങൾക്ക് രണ്ടും കൂടെ സെറ്റ് ആവും. അപ്പൊ എന്താവും? നിങ്ങൾ പഠിച്ചു പോവും. ഓക്കെ ആണോ? ഇനി ഒരൊറ്റ പ്രാവശ്യം ഈ ക്ലാസ് വെറുതെ ഇരിക്കുമ്പോ കേട്ടാൽ നിങ്ങൾ സെറ്റാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നിന്ന് ഉറപ്പാണ്. അത് ഒരു സംശയം വേണ്ട. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പക്ഷേ തെറ്റിച്ചിട്ട് വന്നാ ഞാൻ അപ്പ പറഞ്ഞോളാം. എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഒരു ഭാഗം പോലും ഞാൻ വിട്ടിട്ടില്ല. അത്രയും ഫുള്ളായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. സരിതാ മിസ് നമ്മൾ ഓപ്ഷൻ ആയിട്ട് തരുമ്പോ എന്തുകൊണ്ടാണ് ഞാൻ പ്രസ്താവന ഒരു ഭാഗം പോലും നിങ്ങൾക്ക് മറന്ന് പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ആരെങ്കിലും തെറ്റിച്ചു വന്നാൽ
എന്ത് ചെയ്യും? ഞാൻ ശരിയാക്കി തരും. എന്നെ ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? നന്നായി പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വിചാരിക്കുക. ഈ ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ റിവിഷൻ ചെയ്തു. പക്കാവായിട്ടുള്ള റിവിഷൻ തന്നെയായിരുന്നു അല്ലെ? 2 മണിക്കൂർ ഒട്ടും നിങ്ങൾക്ക് സമയം പോയ ഒരു റിവിഷൻ അല്ല, ഒട്ടും നിങ്ങളെ സമയം കളഞ്ഞ ഒരു റിവിഷൻ അല്ല, പക്കാവായിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള റിവിഷൻ. ഇനിയുള്ള ദിവസമൊക്കെ അങ്ങനെ ആയിരിക്കും. നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ ട്ടോ. ഓക്കെ, നന്നായി പഠിക്കുക, കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക, ആരോടും വഴക്കിനും പ്രശ്നത്തിനൊന്നും പോവാതെ സമാധാനത്തിൽ ഇരിക്കുക. നമുക്ക് ഇനിയുള്ള ദിവസം എന്താ വേണ്ടത്? സന്തോഷത്തോടു കൂടി നമ്മൾ വിജയിച്ച് എക്സാം കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് പാട്ടും പാടി നമ്മൾ വരണം അല്ലെ? പാട്ടും പാടി എങ്ങനെ എനിക്ക് കിട്ടും അല്ലെ? എനിക്ക് 85-ന് മുകളിലാണ് എന്റെ മാർക്ക് എന്ന് നിങ്ങൾ ഉറപ്പോടുകൂടി ആത്മവിശ്വാസത്തോടെ ഇത് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം. ഓക്കെ ആണോ? സെറ്റ് ആണോ? എന്ത് ചെയ്യാ? നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാ കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ തരുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. എന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ സോറി പറയുകയാണ്. എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എയിം സ്റ്റഡി സെന്റർ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു തെറ്റായി തോന്നുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പറയണം, ആദ്യം തന്നെ പറയുകയാണ്, ഞാനൊരു സോറി നിങ്ങളോട് വീണ്ടും പറയാണ്. എന്തെങ്കിലും എന്റെ ഭാഗത്തുണ്ടെങ്കിൽ സോറി, ഒന്ന് ക്ഷമിച്ച് പോവാട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്, നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും മലയാളം ഒന്നും മറന്നു പോകരുത്. അതില്ലാതെ നമുക്ക് എന്ത് റാങ്ക് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ട്ടോ. സെറ്റ് ആണോ? ഓക്കെ ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? എന്റെ ഫ്രൂട്ടി കുടിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.